Hi everyone, this is me Farah and now you are watching Journal Vault. So welcome back to my channel. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് കടക്കാം. നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് തന്നെ ജേർണൽ ഫ്ലിപ്പ് ത്രൂ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അതിലും കുറേ പേര് ചിലപ്പോൾ ഷോർട്സ് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വന്നവരായിരിക്കും. അപ്പോൾ എന്തായാലും ഫ്ലിപ്പ് ത്രൂ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ഈ ജേർണൽ ബുക്ക് എൻ്റെ കയ്യിലോട്ട് എത്തുന്നതും ഞാൻ ഏതൊക്കെ രീതിയിലാണ് ഇതിൽ ജേർണലിങ് ചെയ്തതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ജേർണൽ ബുക്ക് 2020 മുതൽ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആദ്യമൊക്കെ ജേർണലിങ് ചെയ്തിരുന്നത് പഴയ നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ ഓട്ടോഗ്രാഫിൻ്റെ ബാക്കിലൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ അന്നൊന്നും എനിക്കിതിൻ്റെ പേര് ജേർണലിങ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു ഓരോന്നൊക്കെ. പിന്നീട് 2020 എൻ്റെ കയ്യിൽ ഈ ബുക്ക് കിട്ടുന്നതും എക്സ്ക്ലൂസീവ്ലി ഫോർ ജേർണലിങ്ങിനായിട്ട് വേണ്ടി മാത്രം ഞാൻ ഈ ബുക്ക് മാറ്റിവെക്കുന്നതും. സാധാരണ നമ്മൾ ജേർണലിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജിൽ നിന്ന് തുടങ്ങി ഓരോ പേജിലും ഇങ്ങനെ കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടല്ലേ പോകാറ്. ബട്ട് ഞാൻ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡംലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേജ് എടുക്കും, ആ പേജിൽ ജേർണലിങ് ചെയ്യും. അങ്ങനെയാണ് ഞാനന്ന് ജേർണലിങ് ചെയ്തിരുന്നത്. അതിനാണെങ്കിലോ ഞാൻ ഡേറ്റും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഏതൊക്കെ എപ്പോൾ ചെയ്തതാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഈ ജേർണൽ ബുക്കിൽ ഞാൻ ആർട്ട് ജേർണലിങ് ചെയ്തിട്ടുണ്ട്, ജങ്ക് ജേർണലിങ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ജേർണൽ സപ്ലൈസ് യൂസ് ചെയ്തിട്ടുള്ള ജേർണലിങ് ചെയ്തിട്ടുണ്ട്. ഈ ജേർണൽ സപ്ലൈസ് എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ സപ്ലൈസ് സെറ്റായിട്ട് വാങ്ങിയിരുന്നല്ല, കളർ പ്രിൻ്റ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ജേർണലിങ് ചെയ്തിരുന്നത്. ചില ജേർണലിങ് ചെയ്യുമ്പോൾ ഞാൻ അതിൽ എനിക്കിഷ്ടപ്പെട്ട പാട്ടിൻ്റെ സ്പോട്ടിഫൈ കോഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സത്യം പറയാലോ, എനിക്കിപ്പോൾ ആ പാട്ട് ഏതാണെന്ന് പോലും ഓർമ്മയില്ല. ഞാൻ എപ്പോഴും ജേർണലിങ് ചെയ്യുമ്പോൾ കുറേ അധികമൊന്നും അതിൽ എഴുതി വെക്കാറില്ല. എപ്പോഴും സിമ്പിളായിട്ട് കീപ്പ് ചെയ്യാനാണ് ശ്രമിക്കാറ്. അതായത് സിമ്പിൾ കോഡ്സിൽ ഒതുക്കാനാണ് ശ്രമിക്കാറ്. ചിലപ്പോൾ ആ കോഡ്സ് വേറെ റെഫർ ചെയ്തിട്ടായിരിക്കും എഴുതാറ്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം തന്നെ കോഡ്സ് ആയിരിക്കും ഞാൻ എഴുതി വെക്കാറ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ജേർണലിങ് ചെയ്യാനായിട്ട് ഒരു സ്പെസിഫിക് ഫോർമാറ്റോ മെത്തേഡോ ഒന്നുമില്ല. നമ്മുടെ മൈൻഡിൽ എന്താണോ അതുപോലെ നമുക്ക് ചെയ്യാം. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബുക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ സംഭവം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഈ വഴി വന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്ത് വെക്കാം.